ബാലിയിൽ വന്ന ഒരു സെലിബ്രിറ്റീസും മിസ് ചെയ്യാത്ത ബാലി സ്വിംഗ് ആൻഡ് ATV റൈഡും ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. പക്ഷെ മഴ നമ്മളെ ചതിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പക്ഷെ മഴ പെയ്താലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ ബാലിയിൽ ഞാൻ അടിയിരിക്കും, ATV റൈഡും ചെയ്തിരിക്കും. ചത്തില്ലേ വീണ്ടും കാണാം. അപ്പൊ നമ്മള് ബാലിയില് ഏറ്റവും ബാലിയില് വന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ട്. അതെ, ഭയങ്കര ഫ്രഷും എല്ലാവരും ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവക്ക് സ്വിങ്ങും എനിക്ക് ATV റൈഡും. അതെ, അപ്പൊ നമ്മൾ ഇന്നാണ് ചെയ്യുന്നത്, നമ്മുടെ ഈ 3rd ഡേയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉബുദ് സ്വിങ്, അലോഹാസ് ഉബുദ് സ്വിങ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ് വന്നിട്ടുള്ളത്. ഇത് ബാക്കിൽ കണ്ടില്ല ഡ്രസ്സസ് ഉണ്ട്. അപ്പൊ ഈ ഡ്രസ്സസ് ഒക്കെ എവിടുന്ന് കുറച്ചൊരു ഡൗട്ട് ഉണ്ട് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ. ഇതല്ലേ ഇവിടെ തന്നെ റെന്റ് നമ്മൾ വെറുതെ നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി. ഇല്ല, എനിക്ക് വന്നതിന് മുന്നേ ഒരു ഐഡിയ ഉണ്ടായില്ല, കാരണം നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് വീട്ടിൽ നിന്നപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ പോകണമായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എല്ലാ കളറിലും എല്ലാ സൈസിലും ഡ്രസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടത് മാത്രം ചൂസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ മതി. അപ്പൊ ഞാൻ നോക്കട്ടെ എന്താണ് ഇവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏത് ഡ്രസ് ഇടും കളറ്? എനിക്കേത് നീ തീരുമാനിച്ചാ മതിയേ. എനിക്കിതായിട്ടൊരു ബന്ധുവില്ല, അറിയത്തുമില്ല. ഞാൻ കളർ യൂസ് ചെയ്തിട്ട് പറയും അത് നീ യൂസ് ചെയ്ത പ്രശ്നത്തിന്റെ കേൾക്കാം. ഇതാ ഇങ്ങനെ സാധനം ഉണ്ട്, പിന്നെ ചെറിയ കുട്ടികളുണ്ട്, പിന്നെ എത്ര വലിയൊരാളുണ്ട്. ഇഷ്ടംപോലെ കളറാണോ, ഇഷ്ടംപോലെ മഞ്ഞ കട്ടർ അടിച്ച പോലെയുണ്ട്. അത് സാറ്റിൻ തുണിയാണ് രാമു. ഇതെന്താ കയറിലും കെട്ടണ്ടേ? കെട്ടാനായിരിക്കും. പിന്നെ ഡ്രസ് പറഞ്ഞ സ്ഥലമാണ്, സോറി. ഇവിടെയും വയലറ്റ് ഇടുന്നതിനെ പറ്റി അഭിപ്രായം എന്തായിരിക്കും? അതാ മോനെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 1-2 മണിക്കൂർ എടുക്കും ഇതൊന്ന് ചിന്തിച്ച് തീരുമാനത്തിലെത്താൻ. ഇവനെവിടെയാ തലയിൽ സീരിയസ് ഇഞ്ചുറി ഓർ ഈവന്റ് എന്തെങ്കിലും പറ്റി ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ റിലീസ് ഫ്രം ലയബിലിറ്റി എഗ്രിമെന്റിനകത്ത് നമ്മൾ എന്തെങ്കിലും സീരിയസ് ഇഞ്ചുറിയോ ഡെത്തോ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. ടേംസ്. പിന്നെ 18 വയസ്സിന് മേലെയുള്ള താഴ്ന്നവരാണെങ്കിൽ പാരന്റ്സിന്റെ സിഗ്നേച്ചറും ആവശ്യമാണ്. നോക്കി നിക്കാതെ സൈൻ ചെയ്ത് വിടുരാമോ? ഏതളവ് നോക്കിയടാ, ഒരു ഇഞ്ച് പോലും നഷ്ടമാകുന്നുണ്ടായിരിക്കും. വേണമെങ്കിൽ ഈ ബോഡിന്ന് ഉന്തി എടുത്തോ. എടാ അത് നല്ല ഐഡിയ, കുഴപ്പമില്ല. അടിപൊളി വലിയ സാനിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വിങ് ചെയ്യാം. ATVയിലാണ് ഞാൻ നിൽക്കുന്നത്, അതിൽ വേണം പൊളിക്കാൻ. കുടുങ്ങിയിട്ടുണ്ട് നമ്മളിടാ. എന്നാ പിന്നെ എനിക്ക് നേരത്തെ ഒരു കളർ ചൂസ് ചെയ്തിട്ട് വന്നൂടെ? എനിക്ക് റെഡ് ഇടാ അല്ലേ? മഞ്ഞതാ ഇത് വേണോ? അത് വേണ്ട. 2 ഡ്രസ്സ് ചൂസ് ചെയ്യാം, ഐ മീൻ ഇട്ട് നോക്കാം. പക്ഷെ ഒരു ഡ്രസ്സാണ് എല്ലാ ആക്ടിവിറ്റിയിലും ചെയ്യാൻ പറ്റുള്ളൂ. റീലും കളിക്കാം. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഞാനിവിടെ സ്വിങ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ മഴയാണ് ഗൈസ്. വെയിലുണ്ട്, പക്ഷെ ഒരു ചാറ്റല്. പക്ഷെ കുഴപ്പമില്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് മഴ ഉണ്ടെങ്കിൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ആസ് ഓഫ് നോ അത്രയ്ക്കും മഴയില്ല, എന്നാലും ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചൂസ് ചെയ്തത് ഈ ഒരു കളറാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കാരണം മിക്കപ്പോഴും എല്ലാ ഡ്രസ്സും ഗൗൺസൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്കതും ചെയ്തിട്ടുണ്ടല്ലോ. സോ എൻ്റെ പ്രൊഫൈലില്ലാത്തൊരു കളർ വേണമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. പിന്നെ ഇതൊരു ബ്രൈറ്റ് കളറാണല്ലോ. സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഊഞ്ഞാല ഭയങ്കര പേടിയാ. അല്ല, ഊഞ്ഞാല മീൻസ് ഭയങ്കര ഹൈറ്റിലും ഇതങ്ങനെ കാണാതെ എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിലെനിക്ക് ഒറ്റ സാധനം ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നത്, അതിനാണ് അത്ര അഡ്രിനാലിൻ റഷിന്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് നോക്കി കണ്ടു. നീ ക്യൂ വെക്ക്, ഞാൻ കണ്ടിട്ട് വരാം. ക്യൂ ഏതാ? ഇവരൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? അപ്പൊ അല്ല, ഞാനും ഇല്ല ഇതില്. രാമൂട്ടുണ്ട്. രാമൂട്ടൻ അവര് വമ്പ പാക്കേജ് എടുത്തോണ്ടാ. ഇത് ആക്ച്വലി നമ്മളിതൊന്നും അറിയുന്നില്ല. വരുന്നു, ഇരിക്കുന്നു, ഫോം ഫില്ല് ചെയ്യുന്നു. ഇവരൊക്കെ കുറെ പേര് ക്യൂ എന്നൊക്കെ നിന്നിട്ട് ഞാൻ കണ്ടായിരുന്നു.
ഇത് മേടിക്കാനെടുക്കാൻ. അതൊക്കെ ഭയങ്കരമായിട്ട് ഈസി ആക്കി തന്നു. അമ്പലത്തിന് നേരത്തെ പോയ പോലെ അല്ലേ? നേരെ നടന്നു കയറുന്നു, ബാക്കിയുള്ളവരൊക്കെ ക്യൂ നിൽക്കുക, ഞങ്ങള് രാജാവിനെത്തി ക്യൂ. അത് നമുക്ക് അങ്ങനെ ഒരു ട്രാവൽ പാർട്ട്ണറെ കിട്ടിയത് കൊണ്ടാട്ടോ. അമ്മരെല്ലാം ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. നമ്മള് ഫോണിന്റെ സിം ലാസ്റ്റ് പറയാം, ഞാൻ സിം എടുത്ത് തന്നെ ഡ്രൈവറെ വിളിക്കേണ്ടി വരും വെച്ചിട്ടാണ്. അച്ഛനാണെങ്കിൽ അടിപൊളി ചങ്ങായി. സത്യം, നമ്മള് വിളിക്കുന്നതിന് മുന്നേ ആളുണ്ടാവും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇങ്ങനെ കൂടെ എന്നല്ലേ, ആളില്ല ഇപ്പൊ. പക്ഷെ നമ്മളിത് പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആളാടി ഉണ്ടാവും. യെസ് സർ ഇത് പറഞ്ഞിട്ട് ഇതുവരെ അയാളെ വിളിക്കണ്ട, അയാളെ നമ്പർ പോലും ഇല്ലേ. ഇത് പറഞ്ഞായിരിക്കും പിന്നെ അയാളെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ അനുഭവം. ഇങ്ങനെ കള്ളത്തല് കളി കളിക്കുക, വഴിയില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും, ഒപ്പിക്കും. ആൾക്കാർ ക്യൂവിലുണ്ട്, ക്യൂ നമ്മൾ കുറെ പറ്റിക്കരുത്. അങ്ങനെ ഗൈസ് അത് സംഭവിച്ചു. പണ്ടാരം മഴ പെയ്തു ഗൈസ്. ഹലോ ഗൈസ്, അവർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മഴ ഇത്രയും ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടാവോ. 2 സ്വിങ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര മഴ. എല്ലാവരും പോസ്റ്റാണ് ഗൈസ്. യൂട്യൂബറാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആളും കുറെ നേരെ മഴേനെ പ്രാഗിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴയെല്ലാം തോർന്ന് ഞാൻ എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഗൈസ്. അതിന്റെ പേര് വെച്ചിരുന്നാടാ കിട്ടും, ബേജാറാവണ്ട. മഴ കാരണം ഒരാള് ബാലിയിലെ വൈറൽ സ്വിങ് ഞാനും ആടി ഗൈസ്. രാമോട്ടൻ ഈ സ്വിങ് ചെയ്യാൻ പോവാണ്. ഇത് അഡ്രിനാലിൻ റഷ് സ്വിങ് ആണ്, കുറച്ചും കൂടെ മറ്റതിനേക്കാൾ സംഭവമാണ് കേട്ടോ. ലെറ്റ്സ് സീ. അതാ ഗൈസ്, ഇനി രാമോട്ടന്റെ ടേൺ ആണ്. പോയി ആടിയിട്ട് വരൂ രാമോ. ഓ ഡബ്ബേ, ആട് രാമോ. എന്റെ അമ്മ അത് കേൾക്കുമ്പോ ഓ ദൈവമേ, ഈശ്വരാവോ ആകാശത്തെത്തി ഗൈസ്. ഉണ്ണി വാവോ ഇവനെ കൊണ്ട് കഴിഞ്ഞ് എങ്ങനെയുണ്ടായി? പോരാന്ന് എന്ത് ജീവി. അപ്പൊ നമ്മളിതാ ബാലിയിൽ വന്നിട്ട് നമ്മൾക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ATV റൈഡ്. അപ്പൊ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് മേടിച്ചതാണ്, ഞങ്ങളുടെ പാക്കേജിൽ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൈഡ് ചെയ്യാം. എന്തൊക്കെയോ ഇടണമെന്നാ പറയുന്നുണ്ട്. ഒന്നാമത്തെ നമ്മള് ലേറ്റ് ആയിരുന്നു, പക്ഷെ അവര് നമുക്ക് സെറ്റാക്കി തന്നു. നമ്മളെ ടീമൊക്കെ പോയി, ഇതിപ്പോ ഫുള്ള് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് അതിന് മുന്നേ ഷൂസ് ഒക്കെ അങ്ങോട്ട് കൈവിട്ട് വിളിച്ചാണ്. സോക്സ് ഇടുന്ന പോലെ കവർ ഇടുക. സേ ഹായ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ, ഞാൻ വിചാരിച്ചു ചെരുപ്പൊക്കെ മേടിച്ചോണ്ട് വന്ന്. ചെരുപ്പൊന്നും നടക്കില്ല ഗൈസ്. സോക്സ് ഇടൂ, ഷൂസ് ഇടൂ.
ടെമ്പിൾ റൺ കളിക്കാൻ പോണത്. തോന്നുന്നു അത് രണ്ടാമത് സംഭവിച്ചിരിക്കുകയാണ് ഗായ്സ്. ഞാൻ എൻ്റെ അമ്മോടെ മേറ്റി വീണു. നല്ല അടിപൊളിയായിട്ട് വീണ്, പക്ഷെ വീണത് കിട്ടിയില്ല. വല്ല പറ്റിയാ? ആ വണ്ടി ഭാഗ്യം. വണ്ടി മൊത്തം കുടിക്കും. ഇതുവരെ വണ്ടി ഇങ്ങനെ ഓടിക്കിട്ടാ. ഗായ്സ് വീണ വണ്ടി പാവൻ ചേട്ടൻ കഷ്ടപ്പെട്ട് പൊക്കാൻ തുടങ്ങാണ്. അയ്യോ, അത് നൈസ് ഐഡിയ. കുക്കു എനിക്കൊന്ന് ഓടിക്കാൻ തരുവാ? ഞാൻ ഒന്ന് ഓടിക്കട്ടെ. അയ്യോ ഇവിടെ അടുത്തതായിട്ട് വീഴ്ത്താൻ പോണോ? ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് വയ്യോടെ വീഴാൻ. ഇറങ്ങട്ടെ. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. മഞ്ഞിപ്പോ വീഴുന്നാ തോന്നുന്നത്. ഇല്ല, വീടില്ല, വീടില്ല ഗൈസ്, വീടില്ല. എന്റെ ദൈവമേ, കുത്തനാണ് പോണത്. ഓ സക്സസ്, സക്സസ്. വീടില്ല, ചത്തില്ല, ചാവും, ചാവും. അയ്യോ മച്ചി, രാമു, യു ക്യാൻ രാമു. രാമു, നീ എന്നെ കൊന്നില്ല. എന്നിട്ടോ കൂടെ കൊണ്ടുപോകുന്നു ഗൈസ്. വെള്ളം ഞാൻ കുടിക്കേണ്ട വരുമല്ലോ ദൈവമേ. ഇറങ്ങണോ രാമു? വേണമെങ്കിൽ ഇറങ്ങിത്തരാം.
കാണുന്നോ? അവന് ഭ്രാന്താണോ? ഞാൻ പറഞ്ഞില്ലേ ഇവന്റെ ഭ്രാന്തായി. ഓക്കെ, ഇതിന്റെ ട്രെയിനിങ് ആണ് ഇനി. വെള്ളത്തിലിറക്ക്. ചത്തില്ല. Wait. You turn up with me. Later in flat, you turn up. Okay? Okay. Okay, you turn up with me. You single, okay? ഓക്കെ. Ready? Cossack adventure! എന്താണാവോ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ATV റൈഡ് കഴിഞ്ഞു. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. നമ്മൾ വന്ന 2 കാര്യങ്ങൾ നടന്നു, സ്വിങ്ങും അതുപോലെ തന്നെ ATV റൈഡും. നമുക്ക് ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. അപ്പൊ ഗൈസ് അമ്മയെന്നോ അപ്പൊ നമുക്കിനി അപ്പൊ ഗൈസ് അമ്മേനൊന്ന് വിളിച്ചേ. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് നടക്കണം.